കുറേ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഗോൾഡ് എടുക്കാൻ പോകുന്നത്, ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്, എൻഗേജ്മെൻ്റ്, അന്നത്തെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനിയൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ എല്ലാ വിശേഷങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു നല്ലൊരു വീഡിയോ ആണ്. കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഫുള്ളായിട്ടൊന്ന് കാണുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കിക്കോളേ. പുതുതായിട്ട് വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണേ. അങ്ങനെ ഇതാ മണവാട്ടിക്കുള്ള ഗോൾഡ് എടുക്കൽ, ഡ്രസ്സ് എടുക്കൽ, അന്നത്തെ പരിപാടിയൊക്കെ ആയിട്ട് ഓരോന്ന് കാണാം കേട്ടോ. അപ്പോൾ ഗോൾഡ് എടുക്കാൻ പോയത് എൻ്റെ അനിയനും ഉമ്മാൻ്റെ ആങ്ങളുടെ വൈഫൊക്കെയാണ്. ദുബായിൽ നിന്ന് തന്നെ അന്ന് വാങ്ങിച്ചത്, അവിടുത്തെ മലബാറിൽ നിന്ന്. നമ്മൾ പറഞ്ഞു ഇനി എന്തായാലും നാട്ടിലേക്ക് വരുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ അവിടെ തന്നെ വാങ്ങിച്ചോ, ഇവിടുന്ന് വന്നിട്ട് വാങ്ങിക്കാനാക്കണ്ട, അവിടെ നമ്മൾ നല്ല വൃത്തിയുള്ള സാധനം കിട്ടും. അപ്പോൾ അവന് ചോദിച്ചിന് എന്താ വാങ്ങിക്കണ്ടേന്ന് വെച്ചിട്ട് നമ്മൾ പറഞ്ഞ് അത് പിന്നെ മാല തന്നെ വാങ്ങിക്കും, അതല്ലേ കാണാൻ നല്ല വൃത്തി ഉണ്ടാവുക, പക്ഷെ വാങ്ങിക്കുമ്പോൾ കുറച്ച് വൃത്തിയുള്ള തന്നെ വാങ്ങിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവനക്കൊന്നും പിന്നെ കൂടുതൽ ഇതിനെ പറ്റിയിട്ട് അറിയില്ല. നമ്മളെ പെണ്ണുങ്ങന്മാർക്കല്ലേ അതിൻ്റെ ഒരു പിരാതൊക്കെ ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ പറഞ്ഞു എന്തായാലും കാരണം അവരുടെ വൈഫ് അവിടെ ഉണ്ട്, ഇളയമ്മയുണ്ട്, അവരെല്ലാം കൂട്ടിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഇതാണ് നമ്മൾ വാങ്ങിച്ച മാല. എനിക്ക് ഇതാണ് ഇഷ്ടമായത്. അപ്പം ഞാൻ പറഞ്ഞു ഇതന്നെ വാങ്ങിച്ചോന്ന്. അങ്ങനെ ഇനി നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കണ്ണൂരുള്ള ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിലാണ് വന്നിട്ടുള്ളത്. ഡ്രസ്സൊക്കെ പിന്നെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് നല്ലത്. അതൊന്നും പിന്നെ അവിടുന്ന് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പം മണവാട്ടിക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 11:30 മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എനിക്കും ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. പിന്നെ എൻഗേജ്മെൻറ്റിന് അങ്ങനെ അനിയത്തിയാണ് സെലക്ട് ആക്കുന്നത്. ഞാൻ പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കലാണ്, അവരിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം അനിയന് പറയുന്നുണ്ട് വീഡിയോ എടുക്കാനാ നിന്റെ കൂട്ടിയിട്ട് നോക്കലല്ലേ എന്ന് പറയും. ഞാൻ പറഞ്ഞാൽ അതൊക്കെ അനിയത്തി നോക്കുമെന്ന് പറയും. പിന്നെ മോളും ഉണ്ട്. നമ്മൾ കുറേ നോക്കിയാട്ടാ നമുക്ക് എന്തെടുക്കണ്ടെന്നുള്ളൊരു ഐഡിയ ഇല്ല. എന്താണെന്ന് വെച്ചാൽ പിന്നെ ഓരോ വർക്കുള്ളതാകുമ്പോൾ എന്താണ് ആ ഒരു ദിവസം മാത്രമേ ഇടുകയും ചെയ്യും. പിന്നെ അത് എടുക്കാണ്ടിരിക്കാനും പറ്റൂല. കാരണം വെച്ചാൽ അന്നത്തെ ദിവസം പിന്നെ എന്താ പറയുക, ഇട്ടാലും ഒരു നല്ല തിളങ്ങി നിൽക്കണ്ടേ. പിന്നെ ബാക്കിയെല്ലാം നോക്കുമ്പോൾ സിമ്പിളായിട്ടുള്ളതാണ് വരുന്നത്. അതൊന്നും എന്തായാലും അന്നത്തെ ദിവസം ഒരു വൃത്തി കാണിക്കൂല. പിന്നെ നമ്മൾ പറഞ്ഞാൽ എന്തായാലും വയ്ക്കില്ല, വർക്കുള്ള തന്നെ എടുത്തോ, പിന്നെ എന്താ ചെയ്യുക. അങ്ങനെ നമ്മൾ കുറേ നോക്കി അവസാനം പിന്നെ ഒന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെയെല്ലാം പോയി നോക്കുന്നുണ്ട് കേട്ടോ. ഒരു വെയിറ്റ് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇതെല്ലാം ഇങ്ങനെയാണ് ഈ മണവാട്ടികളെല്ലാം ഇട്ട് നടക്കുന്നത്. എനക്കൊന്നും താങ്ങാൻ പറ്റുന്നില്ല. ഒരു 50 കിലോനായിട്ടുണ്ട് തോന്നുന്നു റബ്ബേ. അങ്ങനെ പിന്നെ ഫാൻസി ഐറ്റം നോക്കാൻ വേണ്ടിയിട്ട് ഇവരിവിടെ കയറിയിട്ടുണ്ട് കേട്ടാ. അതിൻ്റെ ഇടയ്ക്ക് എനിക്കുള്ള ചുരിദാർ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്തെ സെക്ഷനിൽ പോയിട്ടുണ്ട്. പിന്നെ ഫാമിലി വെഡിങ്ങിൽ കയറിയാൽ ഇതിൽ നിന്ന് എല്ലാം കിട്ടുമല്ലോ, നമുക്ക് മാറി വേറെ ഷോപ്പിൽ കയറേണ്ട ആവശ്യമില്ലല്ലോ. ഫാൻസി പിന്നെ ഞാൻ അങ്ങനെ ഇടാത്ത ഒരാളല്ലോ, അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും അതിനെ പറ്റിയിട്ട് അറിയില്ല. അതൊക്കെ മോളും അനിയത്തിയെല്ലാം നോക്കി എടുക്കുന്നത്. അവൾ പറയുകയും ചെയ്യും പിന്നെ ഇത്താത്ത ഇങ്ങനെ ഒന്നും നോക്കുന്നില്ല. ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ, അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുത്തോ. ഞാൻ പിന്നെ എനിക്ക് വീഡിയോ പിടിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഞാൻ എന്നിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നു, ഒരു വെഡിങ്ങിൻ്റെ അതേപോലെ ബ്രൈഡൽ എൻഗേജ്മെൻറ്റ് അങ്ങനെയുള്ള ആവശ്യമെല്ലാം വരുമ്പോഴല്ലേ നമ്മൾ ഇങ്ങനത്തുള്ള ഷോപ്പിംഗ് ഒക്കെ നടത്താം. അതൊക്കെ ഒരു 1.5 പണി തന്നെയാണെന്നല്ല, ചെറിയ പണിയൊന്നുമല്ല, വലിയ പണി തന്നെയാണ്. എനിക്ക് അനിയൻ്റെ ഒക്കെ ആദ്യമായിട്ടാണ് ഇത്. ഞാൻ ഇതേപോലത്തെ ഷോപ്പിംഗ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, നന്ന ലേറ്റ് ആയിട്ട് നമ്മൾ 11:30 മണിക്ക് പോയിട്ട് പിന്നെ എന്താ പറയുക വീട്ടിലെത്തുമ്പോൾ നന്ന ലേറ്റ് ആയിട്ടുണ്ടേനു. പിന്നെ എല്ലാവർക്കും ഡ്രസ്സ് അത് ഇതെല്ലാം എല്ലാവർക്കും എടുക്കാനുണ്ട്. ഓരോന്നും നോക്കി എടുക്കണ്ടേ, ചെറിയ പണിയില്ലല്ലോ. പിന്നെ പെട്ടെന്നൊന്നും ഇഷ്ടമാകുന്ന ഒരു കൂട്ടത്തിലല്ല ഞാനും. അക്ക് പെട്ടെന്നൊന്നും ഇഷ്ടാവില്ല, കുറേ നോക്കണോ അല്ലെങ്കിലേ നമുക്ക് ഇഷ്ടാവും. അതെങ്ങനെയാണ്, ഞാനും ഉമ്മയെല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ അങ്ങനെ ഇനി നമ്മൾ ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ട്
ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. ചെരുപ്പ് പിന്നെ എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സെല്ലാം നോക്കാനാണ് നല്ല സമയം പിടിച്ചത്. അതുകൊണ്ട് നമ്മൾ തളർന്ന് ഷോയൊക്കെ നമ്മളെ ഉമ്മമ്മയുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള എല്ലാ ആവശ്യത്തിനും ഉമ്മാനെ കൂട്ടാറുണ്ടായി. നമ്മൾ മാത്രമല്ല, ഉമ്മമാനെ എല്ലാ മക്കളും ഉമ്മമാനെ കൂട്ടും. പ്രായമായിനെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീട്ടിലൊന്നും എത്താറില്ല. അവർക്കും ഉണ്ടാവില്ലേ ഒരാഗ്രഹമല്ലേ അങ്ങനെ ഉണ്ടാവും. നമുക്ക് മാത്രമേ ആഗ്രഹമുള്ളൂ. പ്രായമായിന്ന് വെച്ചിട്ട് അവർക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ അവരെ കൂട്ടി നടക്കാന്നല്ലാണ്ടല്ലേ. അങ്ങനെ തന്നെയാണ്. അവരൊന്ന് റിലാക്സ് ആയിട്ട് പുറത്തെല്ലാം ഇറങ്ങിയിട്ട് അതൊരു സന്തോഷമൊന്നുമല്ല. അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സിതാപ്പാനിലാണ് കയറിയിട്ടുള്ളത്. നല്ല വിശപ്പുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞു നമുക്ക് മന്തി മതി, മന്തി വേണ്ടി എന്നിട്ട് മന്തിയാണ് വാങ്ങിച്ചത്. പിന്നെ ഉമ്മമാക്കും പൊറോട്ടയാണ് കേട്ടോ. അവർ പറഞ്ഞു നമുക്കിതൊന്നും വേണ്ട, അതെന്തെന്നാണോ എന്നുള്ളത് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിക്കട്ടെ, അതൊക്കെ നമ്മൾ കഴിച്ചോളൂ എന്നത്. നമ്മൾ പറഞ്ഞു നിങ്ങളൊന്ന് കഴിച്ച് നോക്കുന്നത്. അങ്ങനെ പറഞ്ഞു വേണ്ട വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പൊറോട്ട എല്ലാം അറിയുമോ തിന്നുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഞാനും അനിയത്തിയും മകള് അനിയനൊക്കെ ഇതാ മന്തിയാണ് കഴിക്കുന്നത് കേട്ടാ. പിന്നെ നല്ല വിശപ്പുണ്ട് കേട്ടാ. അങ്ങനെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ വീട്ടിലേക്ക് പോയി. ഇനിയുള്ളതല്ല അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. എൻഗേജ്മെൻ്റ് അന്നത്തെ. അങ്ങനെ ഇതാ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ എല്ലാവരും ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയെന്ന്. അപ്പോഴേക്ക് കുറച്ച് പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളവരെല്ലാം പകുതിക്കുന്ന ഇങ്ങനെ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ടിയിൽ. പിന്നെ കുറച്ച് പേരൊക്കെ പോകുന്നുണ്ട്. എല്ലാവർക്കും ഒരാഗ്രഹം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇത് ഫസ്റ്റ് തന്നെയാണ്. അപ്പം പിന്നെ നമ്മൾ എന്താ പറയുക, അത്യാവശ്യം കുറച്ച് പേരൊക്കെ വിളിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ പിന്നെ ട്രാവലറാണ് കേട്ടോ. ട്രാവലർ ഇതാ ഇപ്പുറം കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഇതിലേക്ക് കയറിയിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ മേലിലെ വണ്ടി വെച്ചിട്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ട് താഴോട്ടേക്ക് നടന്നു പോയിരുന്നു. താഴോട്ടേക്ക് വണ്ടി ഇറങ്ങിയാലും ചെയ്യും. പിന്നെ നല്ല ചളിയിലും കിട്ടിയെന്ന് തോന്നും, മഴയല്ലേ. പിന്നെ എൻ്റെ കാറ് പിന്നെ അനിയനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അവൻ വന്നേരം ഇപ്പം അവൻ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചാൽ മതി അവൻ എടുത്തോട്ട്, അത്ര ദിവസമല്ലേ ഉള്ളൂ, ഒരു 5-6 ദിവസത്തേക്കും വന്നെയാണ്. അവൻ പോയി കഴിഞ്ഞാൽ ഞാൻ എടുത്തോളൂ എന്ന് വിചാരിച്ച്. പിന്നെ അപ്പം ഞാൻ എൻഗേജ്മെൻറ്റിന് എടുത്ത് ചുരിദാർ ഇതാണ് കേട്ടാ. എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ആക്കിക്കോളി കേട്ടാ. വീഡിയോ എടുക്കട്ടെടാ. അങ്ങനെ എന്താ ഞങ്ങളെല്ലാവരും കൂടി പെണ്ണിൻ്റെ വീട്ടിലേക്ക് കയറിയിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം വേറെ ആരോ വീഡിയോ എടുത്തിട്ട് ഹസ്ബൻഡിനെ അയച്ചു കൊടുത്തിരുന്നു. ഹസ്ബൻഡ് അന്ന് എനിക്ക് അയച്ചു തന്നത്. നിങ്ങളാരും കാണാതെ വീഡിയോ എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ വിചാരിച്ചാൽ ഇതെവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്. പിന്നെ നോക്കുമ്പോൾ പിന്നെ പെണ്ണിൻ്റെ വീട്ടിലുള്ള ആരോ ഹസ്ബൻഡിനെ അറിയുന്നേ പോലും. അങ്ങനെ അവരെടുത്തേ ഉള്ളൂ. അവരെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോയിലാണ് ഞാൻ എല്ലാവരെയും കാണുന്നത്. എല്ലാവരും ഫേസെല്ലാം കാണുന്നുണ്ട്. പക്ഷെ ഞാനത് മറിച്ച് വെച്ചാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഫേസ് കാണിക്കുന്നത് ഇഷ്ടാവില്ലല്ലോ. നമ്മളെ വീഡിയോയിൽ നമ്മളെ കാണിക്കാമെന്നല്ലാണ്ട് എല്ലാവരും കാണിക്കുമ്പോൾ മറ്റുള്ളവരങ്ങനെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ലല്ലോ. പിന്നെ ചിലത് അറിയാണ്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുത്തു പോന്ന്. പിന്നെ ആരിനും കൂടി ഞാൻ അങ്ങനെ ആരും കാണിക്കാറില്ല. പിന്നെന്താ പറയുക, അങ്ങനെ ഇതാ നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഈ ഒരു എൻഗേജ്മെൻ്റ് പരിപാടിയൊക്കെ. അല്ലെങ്കിൽ നമ്മൾ പൊതുവേ പോയാൽ പിന്നെ ഫുഡും കഴിച്ച് പെണ്ണിനെ ക്ഷമിച്ചിട്ടെങ്കിൽ വരുത്താന്ന് ഒരു പോറടി പോലെയാണ് എനിക്ക് തോന്നൽ. ഇത് എന്താണെന്നല്ല, നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. പിന്നെ നല്ല അടിപൊളിയാക്കിനി നമ്മൾ പരിപാടി. അങ്ങനെ ഇതാ നമുക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. കണ്ണൂർക്കാരെ പരിപാടിക്ക് എല്ലാം ഉണ്ടാകും. പിന്നെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം ഉണ്ടാകും. പിന്നെ അതെല്ലാ പരിപാടിക്കും അങ്ങനെ തന്നെയാണ്.
പ്രത്യേകിച്ചിട്ട് ഇങ്ങനത്തെ പരിപാടിക്കല്ലോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ പെണ്ണിനെ അനിയത്തിയും മോള് അമ്മയുടെ മക്കളെല്ലാം കൂടി അവിടെ നിന്ന് ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ മെല്ലനെ അവിടുന്ന് മുങ്ങി. ഞാൻ പറഞ്ഞ് ഞാൻ വീട്ടിലെല്ലാം എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. നമുക്ക് പിന്നെ ഇതല്ലേ വേണ്ടത് അല്ലേ, ഒരുക്കി കൊടുക്കാനെല്ലാം നല്ലത് അവർ തന്നെയാണ്. എന്നിട്ട് വീട്ടിലെത്തിയ അനിയത്തി പറഞ്ഞിന് ഇത്താത്ത പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കലും മറ്റേത് പിന്നെ കമൻ്റ് അടിച്ച് നടക്കലും എന്ന്. അതായത് വേറെ ഒരു അനിയത്തിയും കൂടി എനക്കുണ്ടല്ലോ, അപ്പം അവൾക്ക് അത് ഏട്ടത്തിയായിട്ട് വരാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടാ. പിന്നെ അങ്ങനെ ഇതാ പെണ്ണിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഉമ്മയും ഉമ്മയും കൂടി കെട്ടിക്കൊടുക്കലും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ഫോട്ടോ വീഡിയോസൊക്കെ കുറേ എടുത്തു കേട്ടോ. എടുത്ത് ഒരു വകയായിട്ടുണ്ട് റബ്ബേ.